കപ്പൽ അപകടത്തിൽ MSCയുടെ സർക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. 9,531 കോടി രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തു. നാളെ വിഴിഞ്ഞം വിടാനിരിക്കെ MSCയുടെ ചരക്ക് കപ്പൽ സർക്കാർ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം MSCയുടെ ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്ന ആരോപണം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നടക്കം ഉയർന്നു വന്നിരുന്നു. MSC എന്ന കമ്പനിയെ സഹായിക്കുന്ന നിലപാടെടുക്കുന്നുവെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. അതിനെല്ലാം മറുപടി ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നു. വൈകിയാണെങ്കിലും MSCക്കെതിരെ ശക്തമായ നിലപാടിലേക്ക് സർക്കാർ പോയിരിക്കുന്നു. അഡ്മിറാലിറ്റി സൂട്ട് സർക്കാർ ഇന്ന് ഫയൽ ചെയ്തു. കോടതിയിൽ ഇന്ന് വൈകിട്ട് അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യവുമായി സർക്കാർ എത്തുകയായിരുന്നു. MSCയുടെ അഭിഭാഷകന്റെ കൂടി വാദം കേട്ട ശേഷമാണ് MSCയുടെ അക്കിറ്റ 2 എന്ന കപ്പൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 9,531 കോടി രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തീരത്തെ മത്സ്യസമ്പത്തിനടക്കം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ നാശം, അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക പ്രത്യാഘാതം, അതിനെല്ലാമുള്ള നാശനഷ്ടം എന്ന നിലയിലാണ് സർക്കാർ. ബിനിൽ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.